എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ GDP ഡാറ്റ പുറത്തു വന്നിട്ടുണ്ടല്ലോ. GDP ഡാറ്റയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയുടെ GDP വളർച്ച ഏകദേശം 2 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 5.4ലേക്കാണ് കുറഞ്ഞിട്ടുള്ളത്. മാർക്കറ്റ് ഓൾറെഡി ഒരു കറക്ഷനിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഈ GDP ഡാറ്റ പുറത്തു വന്നതിൻ്റെ രീതിയിലുള്ള ചെറിയൊരു പാനിക്ക് തിങ്കളാഴ്ച ചിലപ്പോൾ ഈ റീറ്റെയിലേഴ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. പക്ഷേ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഇത്രയധികം പൈസയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഇത്തരത്തിലൊരു ഡാറ്റ പുറത്തു വരുന്നതിനായിട്ട് കാത്തിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവരൊക്കെ ഇതൊക്കെ നേരത്തെ തന്നെ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. അതിനെക്കുറിച്ചൊക്കെ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഇതിനെക്കുറിച്ചൊക്കെ സ്റ്റഡി നടത്തിയിട്ട് നല്ല രീതിയിൽ ഒരു കറക്ഷനും പ്രോഫിറ്റ് ബുക്കിംഗ് കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് ഓൾറെഡി നിൽക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിലിനിയിപ്പോൾ കൂടുതലായിട്ട് ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാലും ചെറിയ രീതിയിൽ കറക്ഷനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പുതിയ ഇൻവെസ്റ്റേഴ്സൊക്കെ പാനിക്കാവാനുള്ള പുതിയതായിട്ട് മാർക്കറ്റിൽ വന്നിട്ടുള്ള ആളുകളൊക്കെ ഇത്തരത്തിലുള്ള ഒരു കറക്ഷനൊന്നും ചിലപ്പോൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലുള്ളവരൊക്കെ ഒരു പാനിക്ക് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സാമ്പത്തിക പ്രവർത്തനത്തിൻ്റെ പ്രധാന അളവുകോലായ GVA 5.6% ആയിട്ട് വളർന്നാണ് കണക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ പാദത്തിനെ അപേക്ഷിച്ച് നമ്മുടെ കാർഷിക മേഖല കുറച്ചും കൂടി വളർച്ച കൈവരിച്ചതായിട്ടുണ്ട്. കാർഷിക മേഖല, പിന്നെ സേവന മേഖലയിൽ ഏകദേശം 7.1 വളർച്ച രേഖപ്പെടുത്തിയിട്ടുള്ളതായിട്ടാണ്. അതുപോലെ ഉൽപ്പാദനം 2.2% മന്ദഗതിയിലായി എന്നാണ്. പിന്നെ നമ്മുടെ ആഭ്യന്തരം സ്റ്റീൽ ഉപയോഗമൊക്കെ രണ്ടാം പാദത്തിൽ വളർച്ച രേഖപ്പെടുത്തിയെന്നാണ്. 7.7% വളർച്ച രേഖപ്പെടുത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇതൊക്കെ വരുമ്പോഴേ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ ഡാറ്റാസൊക്കെ പുറത്ത് വരുമ്പോൾ നമ്മളെപ്പോലുള്ള റീറ്റെയിലേഴ്സാണ് കൂടുതലും പാനിക്കാവുകയും മാർക്കറ്റിൽ നിന്ന് സെല്ല് ചെയ്ത് മാറാനുള്ള സാധ്യത ഉള്ളത്. ഇതൊക്കെ ഇന്ത്യ പോലുള്ള ഒരു വളർന്നു വരുന്ന എക്കണോമിയിൽ ഇതൊന്നും ബാധകമല്ല. നമുക്ക് പുതിയ സാമ്പത്തിക വർഷത്തിലൊക്കെ നല്ല രീതിയിൽ വളർച്ച കൈവരിക്കും. അപ്പോൾ മുമ്പും ഇതേമാതിരി കറക്ഷൻ നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. 2008, 2020. 2008 ഏകദേശം ക്രൈസിസിൻ്റെ സമയത്തൊക്കെ 60% കറക്ഷൻ ഉണ്ടായിട്ടുണ്ട്. 2020 ഒരു 40% കൊറോണ ഒരു സമയത്ത് ഉണ്ടായിട്ടുണ്ട്. സുപ്രധാനമായിട്ടുള്ള മിക്ക മേഖലകളിലും ഒരു 40% ഓഹരികളിലും 52 വീക്ക് ലോയിൽ എത്തിയിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ രണ്ടാമത് തിരിച്ച് ഇപ്പോൾ കയറി വരുന്നത്. മഹാരാഷ്ട്ര ഇലക്ഷൻ്റെ റിസൾട്ട് പുറത്തുനിന്നോടുകൂടി മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു പുൾ ബാക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ FIയുടെ വിറ്റൊഴിഞ്ഞു പോക്കാണ് പ്രധാനമായിട്ടും ഇതിൽ മാർക്കറ്റിൻ്റെ കറക്ഷന് കാരണം. അവർ ഈ ഹ്രസ്വകാല റിട്ടേൺ കൂടുതലുള്ള ചൈനീസ് മാർക്കറ്റിലേക്ക് നമ്മുടെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതാണ് പ്രധാന കാരണം. പിന്നെ അന്താരാഷ്ട്രമായിട്ട് വിപണിയിലെ അനിശ്ചിതത്വം, ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ എന്ന് പറയില്ലേ, പിന്നെ ഇൻഫ്ലേഷൻ, അതൊക്കെ ഇതിന് ബാധകമാണ്. ഇന്ത്യൻ രൂപയുടെ ഇടിവ്, അതൊക്കെ പിന്നെ നമ്മുടെ കമ്പനികളുടെ Q2 റിസൾട്ടുകൾ അങ്ങനെയൊക്കെ ബാധിച്ചിട്ടുണ്ട്. ബാങ്കിങ് സർവീസ് മേഖലകൾ ഇത്തരം കോസ്റ്റ് കുറവായതിനാൽ ഇത്തരം മേഖല കൂടുതലായിട്ട് ബാധിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നിഫ്റ്റി ഏകദേശം ഒരു 24,500 ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്താലൊക്കെയാണ് നമുക്ക് മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലായി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഇനിയും കറക്ഷൻ ചിലപ്പോൾ ഉണ്ടായേക്കാം എന്നാണ് വിദഗ്ധ അഭിപ്രായം. അപ്പോൾ ഇത്തരത്തിൽ പുതിയതായിട്ട് മാർക്കറ്റിൽ വന്ന നിക്ഷേപകരൊക്കെ ജാഗ്രത പാലിക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഇത്തരം കറക്ഷനുകളൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളൊക്കെ അത് ഉപയോഗപ്പെടുത്തണം. എല്ലാ കാലത്തും മാർക്കറ്റ് കറക്ഷൻ ഉണ്ടാവാറുണ്ട്. ഇത്തരത്തിലുള്ള മാർക്കറ്റ് കറക്ഷനുകളിൽ മാർക്കറ്റ് പെട്ടെന്ന് തന്നെ ഇന്ത്യൻ എക്കണോമി പെട്ടെന്ന് തന്നെ തിരിച്ച് വരാറുണ്ട്. എനർജി സെക്ടറൊക്കെ കുറച്ചും കൂടി നമ്മൾ കൂടുതലായിട്ട് FMCG സെക്ടറുകൾ കൂടുതലായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, വേറെ എന്താ?
മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് എല്ലാം വിൽപ്പന സമ്മർദ്ദം നേരിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചെറിയ രീതിയിൽ പുൾ ബാക്കായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ ഒരു മാർക്കറ്റ് സൈക്കിളിൻ്റെ ഭാഗമാണ്. ആരും അങ്ങനെ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കേണ്ട ആവശ്യമില്ല. തിരുത്തലൊക്കെ മാർക്കറ്റിൻ്റെ സൈക്കിളിൻ്റെ ഭാഗമാണ്. എപ്പോഴാണ് ഓവർ വാല്യൂഡ് ആയിട്ട് മാർക്കറ്റ് തോന്നുന്നത് അപ്പോൾ ഒരു തിരുത്തൽ അത്യാവശ്യമാണ്. അത് എല്ലാ മാർക്കറ്റിലും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കറക്ഷനുകൾ നമ്മൾ അനുകൂലമാക്കി മാറ്റുക. നമ്മൾ കൺസ്യൂമർ ഡ്യൂറബിൾ, IT സെക്ടർ, എനർജി, പ്രതിരോധം തുടങ്ങിയ മേഖലകളിലുള്ള സ്റ്റോക്കുകളിലൊക്കെ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് നമ്മുടെ ഈ ഇലക്ഷൻ റിസൾട്ടിൻ്റെ സമയത്തുണ്ടായ കറക്ഷനുണ്ടോ, 21,300 ടച്ച് ചെയ്ത്. അതൊരു ആ റിസൾട്ടിൻ്റെ സമയത്ത് ഗവൺമെൻറ് മാറും എന്നുള്ളൊരു ന്യൂസ് സ്പ്രെഡായ സമയത്ത് മാർക്കറ്റ് പെട്ടെന്നൊരു വീഴ്ചയിലേക്ക് വന്നിട്ട്, അപ്പോൾ എല്ലാവരും പാനിക്കായിട്ട് സ്റ്റോക്കുകളൊക്കെ വിറ്റൊഴിഞ്ഞ് പോയപ്പോൾ പെട്ടെന്ന് ഒരു വീഴ്ചയിലേക്ക് വന്നിട്ട് പിന്നെ തിരിച്ച് കയറി പോയതാണ്. അപ്പോൾ ചൈനീസ് PMI ഡാറ്റ ഈ കഴിഞ്ഞ ഇന്നലെ 30-ാം തീയതി പുറത്ത് വന്നപ്പോൾ അവരുടെ ഇക്കണോമി കുറച്ചും കൂടി സ്റ്റേബിളായിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസാണ് കാണുന്നത്. $49.8 $50.1 അവരുടെ PMI ഡാറ്റ പുറത്ത് വന്നതിൽ കുറച്ചും കൂടി സ്റ്റേബിളായിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടിയും ചൈനീസ് മാർക്കറ്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട്, റാലി ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന സമയത്ത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സൊക്കെ കുറച്ചുകൂടിയും മണി ചൈനീസ് മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെയുള്ള അവരുടെ ആ ഹ്രസ്വകാല റിട്ടേൺ കൂടുതലായിട്ട് എടുക്കാനായിട്ട് അവർ മണി പമ്പ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ എക്കണോമി പോലുള്ള ഇന്ത്യൻ മാർക്കറ്റ് പോലുള്ള സ്റ്റോക്ക് മാർക്കറ്റുകളിൽ നിന്ന് അവർ പണം പിൻവലിച്ച് കൊണ്ടുപോകാനായിട്ടുള്ള സാധ്യതയല്ല, ഏകദേശം കൊണ്ടുപോയിട്ടുണ്ട്. ഇനിയൊരു കറക്ഷൻ ഉണ്ടാവുന്നില്ല എന്ന് കരുതാം. നമ്മുടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ട് ഈ തുടക്കം തൊട്ടുള്ള കറക്ഷനിലും എല്ലാ ദിവസവും അവർ ബയേഴ്സായിട്ടാണ് ആക്ട് ചെയ്തിട്ടുള്ളത്, സെല്ലേഴ്സ് ആയിട്ടില്ല. എല്ലാ ദിവസവും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്ത് ബൈ ചെയ്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഇത്തരം മണി മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്യുമ്പോൾ, ഇത്രയധികം പൈസ പമ്പ് ചെയ്യുമ്പോൾ അവർക്ക് ഈ മാർക്കറ്റിൽ വിശ്വാസമില്ലാണ്ട് അങ്ങനെ ചെയ്യും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? മ്യൂച്വൽ ഫണ്ടിലെ ഈ ഫണ്ട് മാനേജേഴ്സൊക്കെ ഇത്രയധികം ഫണ്ട് മാർക്കറ്റിലേക്ക് ഈ FII ഒക്കെ വിറ്റൊഴിഞ്ഞ് പോണ സമയത്ത് ഇത്രയും മണി ഇതിലേക്ക് പമ്പ് ചെയ്ത് വാങ്ങി കൂട്ടുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇത്രയധികം കാശ് ചേർക്കുന്ന ആൾക്കാർ ഈ ഒരു ലോസിലാവുന്ന മാർക്കറ്റ് കറക്ഷനിലേക്ക് വീണ്ടും കറക്ഷനിലേക്ക് വരുന്ന മാർക്കറ്റിലേക്ക് മണി പമ്പ് ചെയ്യുന്ന തോന്നുന്നുണ്ടോ? ഇപ്പോൾ ഏതാണ്ട് മുമ്പത്തെ പോലെയല്ല. ഇപ്പോൾ നമ്മുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ നോക്കുമ്പോൾ ഏകദേശം രണ്ട് സൈഡും റൈറ്റേഴ്സ് കൂടുതലാണ്. മുമ്പൊക്കെ ഈ പുട്ട് സൈഡിൽ നല്ല രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ പുട്ടിലും കോളിലും റൈറ്റേഴ്സ് ഉണ്ട്. ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് പോകാവുന്ന രീതിയിലുള്ള ഡാറ്റയാണ് കാണുന്നത്. GDP ഡാറ്റ പുറത്തു വന്നുകൊണ്ട് ഇപ്പം ഈ തുടർന്നുള്ള ദിവസം ചെറിയ രീതിയിലുള്ള കറക്ഷൻ എന്തായാലും ഉണ്ടായേക്കാം. ചിലപ്പോൾ നമ്മളെ പോലുള്ള റീറ്റെയിലേഴ്സ് മാർക്കറ്റിൽ ഷോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് മാർക്കറ്റ്
ചിലപ്പോൾ അഗെയിൻസ്റ്റ് ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ ഡാറ്റാസൊക്കെ സ്റ്റഡി ചെയ്യേണ്ടവരൊക്കെ നേരത്തെ തന്നെ സ്റ്റഡി ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇത്തരത്തിലുള്ള ഇൻഫോർമേഷനൊക്കെ ഔദ്യോഗികമായിട്ട് പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ അറിയേണ്ടവരൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ. അപ്പോൾ അതിൻ്റെ കറക്ഷനൊക്കെ ചിലപ്പോൾ മാർക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഒരു റിസൾട്ട് പുറത്തു വരുന്നതിനായിട്ട് ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സൊക്കെ വെയിറ്റ് ചെയ്യുന്ന നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. നോക്കാം നമുക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എവിടേക്കാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മുൻകരുതലോട് കൂടിയിട്ട് ഇപ്പോൾ GDP പുറത്തുവന്നതിൻ്റെ മുൻകരുതലോട് കൂടിയിട്ട് ഇങ്ങനെ ഹോപ്പ് വെച്ചിട്ട് നമ്മളൊരു ഷോർട്ട് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കറക്ഷൻ ചെറിയ രീതിയിൽ ഉണ്ടാവുമെന്നാണ് നമ്മുടെ വിദഗ്ധരുടെയൊക്കെ അഭിപ്രായം. അപ്പോൾ ഒരു മുൻകരുതലോടുകൂടി നമ്മൾ ഷോർട്ട് ചെയ്യേണ്ടതില്ല. പെട്ടെന്നൊരു പാനിക്ക് ആയിട്ട് അങ്ങനെ ഷോർട്ട് ചെയ്യേണ്ടതില്ല. ഈ കറക്ഷനൊക്കെ മാർക്കറ്റ് നേരത്തെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളിപ്പോൾ മാർക്കറ്റിൽ ടൈം ഫ്രെയിമും കുറച്ച് ഈ ഹൈ ടൈം ഫ്രെയിമിലുള്ള നോക്കിയിട്ട് നമ്മൾ ഡാറ്റാസ് നോക്കിയിട്ട് വേണം നമ്മൾ മാർക്കറ്റിനെ കുറച്ചും കൂടി വിലയിരുത്താനായിട്ട്. ചിലപ്പോൾ ഈ മാർക്കറ്റ് പെട്ടെന്നുണ്ടായ ഒരു ബുള്ളിഷ്നെസ് ആ മഹാരാഷ്ട്ര ഇലക്ഷൻ്റെ മായി ബന്ധപ്പെട്ട് ഒരു ബുള്ളിഷ്നെസ് ഉണ്ടായതാവാം. അധികം കൂടുതലായിട്ട് ഇനി ഒരു കറക്ഷൻ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ മാർക്കറ്റ് റാലി ചെയ്യാനാണ് സാധ്യത. നിങ്ങളൊരു എഡ്യൂക്കേഷൻ പർപ്പസായിട്ട് മാത്രം എടുക്കണം. കണ്ണടച്ച് അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും. ആ യൂട്യൂബിൽ ചാനലിൽ അയാളങ്ങനെ പറഞ്ഞു ഇയാളങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കണ്ണും പൂട്ടിയിട്ട് എടുക്കരുത്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് വന്ന പോയിൻ്റ്. 23,200 സംതിങ് ലെവലിൽ സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് പുൾ ബാക്ക് ഉണ്ടായത്. ഇത് ബ്രേക്ക് ആവുമോ ഇല്ലയോ നമുക്ക് എന്ന മാർക്കറ്റിൽ നോക്കി കാണാം.